വിദുരരുടെ തിരിച്ചുവരവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദുര്യോധനനും സംഘവും. കൊട്ടാരത്തിലേക്ക് തിരികെയെത്തിയ വിദുരർ പാണ്ഡവരുടെ മറുപടി പറഞ്ഞതും ദുര്യോധനനും സംഘവും പരസ്പരം പുഞ്ചിരി കൈമാറി. ശേഷം കൊട്ടാരത്തിലെ മത്സരം നടക്കുവാൻ വേണ്ടി അവർ ഒരു വേദി തന്നെ പണിതു തുടങ്ങി. അങ്ങനെ ഹസ്തിനപുരമാകെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പകിടകളി വളരെയേറെ ചർച്ചാവിഷയമായി. സമയത്തിന്റെ കാലചക്രം അങ്ങനെ ആ ദിവസത്തെ തേടി വന്നു. യുധിഷ്ഠിരൻ തന്റെ പ്രിയ സഹോദരന്മാരും പാഞ്ചാലിയും അമ്മ കുന്തിയുമൊത്ത് ഹസ്തിനപുരത്തിന്റെ മണ്ണിലേക്ക് പുതിയ സമരത്തിനായി ചുവടുവെച്ചു. കൊട്ടാരത്തിലെത്തിയ പാണ്ഡവരെ വരവേൽപ്പോടുകൂടിയാണ് കൗരവർ സ്വീകരിച്ചത്. ശേഷം ദ്രൗപദിയെയും കുന്തിയെയും കൊട്ടാരത്തിനകത്തേക്ക് ഗാന്ധാരി ക്ഷണിച്ചു. പാണ്ഡവ സഹോദരന്മാരെ ദുര്യോധനൻ കളിക്കളത്തിന്റെ വേദിയിലേക്കും. തന്റെ പ്രിയ കുട്ടികളുടെ വാശിയേറിയ കളി കാണുവാൻ ഭീഷ്മ, ധൃതരാഷ്ട്രർ, വിദുരർ, തന്റെ ഗുരുക്കന്മാരായ ദ്രോണാചാര്യർ, കൃപാചാര്യർ, അങ്ങനെ പല വ്യക്തികളും ആ വേദിയിലുണ്ടായിരുന്നു. അങ്ങനെ കളിക്കളത്തിന്റെ ഒരു ഭാഗം പാണ്ഡവർ നിലയുറപ്പിച്ചു, മറുഭാഗം കർണനും ദുശാസനനും മറ്റുള്ളവരും. ശേഷം അവിടെയുള്ള എല്ലാവരും കാണുകെ യുധിഷ്ഠിരൻ കളിക്കളത്തിന്റെ അരികിലെ ഇരിപ്പിടത്തിൽ നിലയുറപ്പിച്ചു. പെട്ടെന്നാണ് യുധിഷ്ഠിരൻ ആ കാര്യം ശ്രദ്ധിച്ചത്. തന്റെ നേർക്കുനേരെ ദുര്യോധനനോടൊപ്പം മറ്റൊരാളും, ശകുനി